സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ശരിക്കും അന്ന് സ്റ്റേറ്റ് അവാർഡിലൊന്നും എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ജൂറി അവാർഡ് ഒന്നും കിട്ടിയുള്ളൂ. പക്ഷെ നാഷണൽ അവാർഡിലാണ് അന്ന് മികച്ച നടന്. അന്ന് ശരിക്ക് സുരേഷ് ഗോപിയും മികച്ച നടനാണ്, ഒപ്പം ബാലചന്ദ്രൻ മേനോനും രണ്ടുപേരും മികച്ച നടന്മാരായിട്ടാണ് അന്ന് അവരെ തിരഞ്ഞെടുത്തത്. പിന്നെ അതേപോലെ തന്നെ അന്ന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അതിന് മികച്ച കുടുംബക്ഷേമ ചിത്രം അതിനുള്ള അവാർഡ് സംവിധായകനും നിർമ്മാതാവിനും. അങ്ങനെ 3 അവാർഡുകളെന്ന് ശരിക്കും പറയാം. അതായത് ഈ കുടുംബക്ഷേമ ചിത്രത്തിന് അവാർഡ് ബാലചന്ദ്രൻ മേനോനും കിട്ടി, സംവിധായകന്, നിർമ്മാതാവായിട്ട് ഭാര്യയ്ക്കും കിട്ടി. പിന്നെ നടൻ എന്ന രീതിയിലും ബാലചന്ദ്രൻ മേനോന് കിട്ടി. അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒരു പ്രിവ്യൂക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടന്നിരുന്നപ്പോൾ അന്ന് അത്യാവശ്യം നല്ല ഒപ്പീനിയൻ കിട്ടി. അപ്പോൾ അന്ന് ആ ഒരു പ്രിവ്യൂ നടക്കുന്ന സമയത്ത് ജഗതി ശ്രീകുമാറും മുകേഷും ഒക്കെ അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ തമാശ രൂപേണ ജഗതി പറഞ്ഞു, ഒരു സ്റ്റേറ്റ് അവാർഡ് മണക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡൊന്നുമല്ല, ചിലപ്പോൾ നാഷണൽ അവാർഡ് വരെ കിട്ടും എന്നൊക്കെ തമാശ രൂപേണ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ 3 അവാർഡ് ഞാൻ വാങ്ങിയെടുക്കും എന്ന് ബാലചന്ദ്രൻ അന്നൊരു ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് പറഞ്ഞു. ഞാൻ മികച്ച നടനും സംവിധായകനും നിർമ്മാതാവിനൊക്കെ ഉള്ള എല്ലാത്തിനുള്ള അവാർഡ്, തിരക്കഥയ്ക്കുള്ള അവാർഡൊക്കെ വാങ്ങിയെടുക്കും എന്നൊക്കെ അന്ന് തമാശ രൂപേണ പറഞ്ഞു. അങ്ങനെയാണ് പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ 3 അതായത് ഈ കുടുംബക്ഷേമ ചിത്രത്തിനുള്ള അവാർഡും മികച്ച നടനുള്ള അവാർഡേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ബാലചന്ദ്രൻ മേനോൻ ഈ അടുത്തൊരു പരാമർശം നടത്തിയത്. അന്നും കുറച്ച് കാലം മുമ്പുള്ള ചില ആർട്ടിക്കിൾസിൽ ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞിട്ടുണ്ട്, പേരെടുത്ത് പറയാതെ. അതൊരു ജൂറി അംഗം ഈ പറയുന്ന ഇത് കഴിഞ്ഞിട്ട് അവാർഡ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഇവർ അവാർഡ് വാങ്ങാനായിട്ട് അവിടെ ചെന്ന ശേഷവും അന്ന് എല്ലാം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരിക്കും അന്നത്തെ ജൂറി തീരുമാനിച്ചിരുന്നത് 3 അവാർഡ്, അതായത് മികച്ച നടനും സംവിധായകനും അതുപോലെ തന്നെ മികച്ച സിനിമയ്ക്കും, അങ്ങനെ 3 അവാർഡുകൾ ബാലചന്ദ്രൻ മേനോന് വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ മറ്റുള്ള ജൂറിയിലെ ചില ആൾക്കാർ പറഞ്ഞു അത് വേണ്ട, എല്ലാം ബാലചന്ദ്രൻ മേനോന് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെയാണ് അതിലൊക്കെ കുറേ തിരിമറിയൊക്കെ നടന്നു എന്നാണ് ആ ജൂറി വെളിപ്പെടുത്തിയത്.